മലയാള സിനിമ ഒന്നടങ്കം വിളിക്കുകയാണ് റെക്കോർഡുകളുടെ എമ്പുരാനെ എന്ന്. $250 കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി കുതിപ്പ് തുടരുന്ന എമ്പുരാൻ റിലീസ് ചെയ്ത വെറും 10 ദിവസത്തിനുള്ളിലാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ലൈഫ് ടൈം റെക്കോർഡിനെ മലർത്തിയടിച്ച ഇൻഡസ്ട്രി ഹിറ്റ് എന്ന നേട്ടം കൊയ്തത്. എന്നാൽ ഇപ്പോഴും എമ്പുരാനെ മറികടക്കാനാകാത്ത മഞ്ഞുമലിലെ പിള്ളേർ നേടിയെടുത്ത ചില റെക്കോർഡുകളുണ്ട്. ഒരുപക്ഷെ അവ ഒരിക്കലും എമ്പുരാന് മറികടക്കാൻ കഴിഞ്ഞെന്നും വരില്ല. മഞ്ഞുമൽ ബോയ്സിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡാണ് അതിലൊന്ന്. ചിത്രം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 95 കോടിയായിരുന്നു കളക്ഷൻ നേടിയത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷൻ. ഒരു മലയാള സിനിമയ്ക്കും 10 കോടി എന്ന സംഖ്യ പോലും നേടാൻ കഴിയാതിരുന്നിടത്താണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയത് 63 കോടിയായത്. മാത്രമല്ല, തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള സിനിമയും മഞ്ഞുമൽ ബോയ്സിന് സ്വന്തം. കർണാടകയിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലും മഞ്ഞുമൽ ബോയ്സ് മികച്ച കളക്ഷൻ തന്നെ നേടി. കർണാടകത്തിൽ നിന്ന് ചിത്രം 15 കോടിക്ക് മുകളിലും ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് 40 കോടിക്ക് മുകളിലുമാണ് സിനിമയുടെ കളക്ഷൻ. മറ്റിടങ്ങളിൽ നിന്ന് 2.5 കോടിക്ക് മുകളിലും ചിത്രം നേടിയിരുന്നു. എന്നാൽ ആശീർവാദ് സിനിമാസ് പുറത്തുവിട്ട കണക്കു പ്രകാരം എമ്പുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 30 കോടിയാണ് കടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ ഇതുവരെ 7.85 കോടി നേടിയതായാണ് സാക്നിക് റിപ്പോർട്ട് ചെയ്യുന്നത്. കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും യഥാക്രമം 11.4 കോടിയും 3.85 കോടിയും നേടിയതായാണ് സാക്നിക് റിപ്പോർട്ട്. മറ്റിടങ്ങളിൽ നിന്നും സിനിമ 8 കോടിയിലധികവും നേടിയിട്ടുണ്ട്. ഇനി എന്തായാലും കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ കളക്ഷനിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ പോകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ ചില റെക്കോർഡുകൾ ഇനിയും കുറച്ചുകാലം മഞ്ഞുമലിലെ പിള്ളേരെ കൊണ്ട് നടക്കും. അതേസമയം എമ്പുരാൻ വെട്ടിപ്പിടിച്ചെടുത്ത റെക്കോർഡുകൾ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലുകളാണ്. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച നിമിഷം മുതൽ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് എമ്പുരാൻ ചൈത്രയാത്ര തുടരുന്നത്. ആദ്യ ദിനത്തിലെ ഒരു റെക്കോർഡുമായാണ് എമ്പുരാൻ കളി ആരംഭിക്കുന്നത്. അന്നുവരെ ഒരു മലയാളം സിനിമയ്ക്ക് 20 കോടിയിൽ താഴെ മാത്രമാണ് ആദ്യ ദിനത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ എമ്പുരാൻ 65 കോടിയിലധികം ആദ്യ ദിനത്തിൽ നേടി. പിന്നാലെ 48 മണിക്കൂർ പിന്നിടും മുന്നേ സിനിമ 100 കോടി ക്ലബിലും ഇടം പിടിച്ചു. വെറും 5 ദിവസം കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 200 കോടി ക്ലബിൽ സ്ഥാനമുറപ്പിച്ചത്. ഇപ്പോൾ മലയാള സിനിമയുടെ ഇന്നുവരെയുള്ള റെക്കോർഡുകൾ തിരുത്തി എഴുതി എമ്പുരാൻ ആദ്യ 250 കോടി ചിത്രമായി മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ്. സംഘപരിവാർ അറ്റാക്കുകൾക്കും റീ എഡിറ്റിനും സമ്മിശ്ര പ്രതികരണങ്ങൾക്കും ഒക്കെ ഇടയിലാണ് ഈ ഇൻഡസ്ട്രി ഹിറ്റ് പദവി എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നതെന്നതും സിനിമയുടെ വിജയത്തെ കൂടുതൽ സ്പെഷ്യലാക്കുന്നുണ്ട്. 2024 മഞ്ഞുമൽ ബോയ്സും 2025 എമ്പുരാനും മലയാള സിനിമയ്ക്ക് പുതിയ ആകാശങ്ങൾ നേടിക്കൊടുത്തതുപോലെ വരും വർഷങ്ങളിൽ പുത്തൻ റെക്കോർഡുകളുമായി മികച്ച സിനിമകൾ ഉണ്ടാകട്ടെ. മലയാള സിനിമ ഇനിയുമേറെ ഉയരങ്ങളിലേക്ക് വളരട്ടെ.